എനിക്ക് ഇപ്പോൾ തന്നെ ആസിഫ് പറയുമ്പോൾ വെൻ യു ടോക്ക് അബൌട്ട് യുവർ ഡാഡ് അപ്പോൾ തന്നെ ഇമോഷണൽ ആവുകയാണ്. കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ വിച്ച് മെയ്ഡ് യു ആബ്സല്യൂട്ട്ലി ഇൻ ഓഫ് യുവർ ഡാഡ്? എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് ഐ എം ജസ്റ്റ് സോ ഹാപ്പി ടു ബി ഹിസ് സൺ എന്നൊരു തോന്നൽ മനസ്സിൽ വന്നത്? എൻ്റെ സ്കൂളിൽ എൻ്റെ ഫസ്റ്റ് സ്കൂൾ എക്സ്കർഷൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ തലേന്ന് രാത്രി അപ്പം എനിക്ക് വന്നിട്ട് എൻ്റെ ഒരു 100 അപ്പം ആദ്യമായിട്ട് വാലറ്റൊക്കെ കയ്യിൽ വരുന്നൊരു സമയമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം ആദ്യമായിട്ട്. അപ്പം ഉമ്മ യൂണിഫോമൊക്കെ എടുത്തിട്ട് അതൊരു മലമ്പുഴയ്ക്ക് പോകുന്ന 1 ഡേ ട്രിപ്പാണ്. അപ്പോൾ രാത്രി വാപ്പ വരുന്നു. നമുക്കൊരു പെട്രോൾ പമ്പുണ്ട്. അവിടെ നിന്ന് രാത്രി വാപ്പ വരുന്ന് കയറുമ്പോൾ എനിക്ക് കുറേ ബേക്കറി കൊണ്ടുപോകാൻ, എനിക്ക് ജിലേബി ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ച് ജിലേബി, ഒരു പാക്കറ്റ് കപ്പ വറുത്തത്, ഇതെല്ലാം നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് വാപ്പ മേടിച്ചുകൊണ്ട് വന്നു. ഇതെല്ലാം തരുന്ന കൂടെ എനിക്കൊരു 100 രൂപയും കൂടെ തന്നു. ഇത് ചിലവാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് തരിക. അത് ഞാൻ വെച്ചു. രാവിലെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് ഉമ്മ എന്നെ കുളിപ്പിച്ച് റെഡി ആക്കുമ്പോഴത്തേക്കും വാപ്പ റെഡി ആയിട്ടുണ്ട്. വാപ്പ എന്നിട്ട് എനിക്ക് ഒരു 100 രൂപയും കൂടെ തന്നു. ഇത് പോക്കറ്റിൽ ഇട്ടോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ എടുത്തു. എന്നെ കൊണ്ടുപോയി, ഒരു ജീപ്പായിരുന്നു ഞങ്ങൾക്ക് അന്ന്, ജീപ്പിൽ കയറ്റി സ്കൂൾ ബസ്സിൻ്റെ അകത്ത്, ഈ എക്സ്കർഷന് പോകുന്ന ടൂറിസ്റ്റ് ബസ്സിൻ്റെ അകത്ത് കയറ്റി. അപ്പം ഞാനൊരു വിൻഡോ സീറ്റിൽ വന്നിരുന്ന് എനിക്ക് പേടിയാവാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എക്സ്കർഷന് കരയുന്ന കുറേ പിള്ളേരുണ്ടല്ലോ, അതിലൊരാളാണ് ഞാൻ. അപ്പം ഞാൻ ഈ അങ്ങോട്ട് പോകുമ്പോഴൊരു എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ ശിവപ്രസാദ് സച്ചു എന്ന് വിളിക്കുക എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഇവൻ വരുന്നു, ഇവന് ഞാനും കൂടെ സംസാരിക്കുന്നു. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കയറി. ഞാനൊരു വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് ഞാൻ ഈ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും വാപ്പ ജീപ്പ് നിർത്തിയിട്ട് വാപ്പ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് പേടിയാവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ ഇനി ഇവരെ കാണൂലേ എന്നൊക്കെ ഉള്ള കുറേ തോട്ട്സാണ്. അപ്പം ഞാനിത് കരഞ്ഞ് പെട്ടെന്ന് ഞാൻ വാപ്പാനെ നോക്കി. അപ്പോൾ വാപ്പയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇറങ്ങി വന്നു. ഞാൻ പോയില്ല. വാപ്പ എന്നെ കൊണ്ടുപോയി തിരിച്ച്. അത് തന്നെയാണ് ഞാനും മക്കളുമായിട്ടുള്ളത്. ഞാൻ പല സമയത്തും അതായത് അന്ന് വാപ്പ വിട്ടില്ല, ഞാൻ പോയില്ല. ഇന്ന് മക്കൾ വിടുന്നില്ല, ഞാൻ പോകുന്നില്ല. അത്രയും വ്യത്യാസം. അല്ല, എനിക്ക് ശരിക്കും അതിശയം തോന്നി. കാരണം എനിക്ക് എൻ്റെ മൈൻഡിലൊരു കംപ്ലീറ്റ് ഷിഫ്റ്റാണ് ആസിഫ്. കാരണം എൻ്റെ മനസ്സിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ എന്നൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മോൻ എക്സ്കർഷൻ്റെ ബസ്സിൽ കയറിയിരുന്ന് കരയുമ്പോൾ കൂടെ വാ നമുക്ക് തിരിച്ചു പോവാം എന്ന് പറയുന്ന കൂളായിട്ടുള്ളൊരു ഡാഡേ അല്ല. എന്നാണ് ആസ് എ സൺ വെൻ ഡിഡ് യു ഫീൽ ദാറ്റ് എൻ്റെ അച്ഛൻ എന്നെ ഒരു അഡൾട്ടായിട്ട് ഒപ്പത്തിനൊപ്പം കണ്ടു തുടങ്ങിയിരിക്കുന്നു? എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയില്ല ഞാൻ വാപ്പാനും ഉമ്മനെയും കെട്ടിപ്പിടിച്ചത്. കാര്യം നമ്മൾ ആൺപിള്ളേർ പുറത്തു പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും, ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും വീട് ലാസ്റ്റ് ഓപ്ഷനായിരുന്നു. ഞാൻ ഒരു 5 വർഷം മുന്നേ ആയിരിക്കും ഞാൻ എൻ്റെ ചമ്മലൊക്കെ മാറ്റിയിട്ട് ഞാൻ പോയി വാപ്പാനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുള്ളത്. അതെനിക്ക് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ഈ ഷൂട്ടിന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുട്ടികളായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ പെർസ്പെക്റ്റീവ്സ് മാറി. അപ്പം ഞാൻ ഇപ്പോൾ പോയി 2 പേരും കെട്ടിപ്പിടിക്കും. ഞാൻ 2 പേരുടെ നടുക്ക് പോയി കിടക്കും. അങ്ങനെ എനിക്ക് അവരെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പല സമയത്തും. എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴെങ്കിലും വാപ്പടുത്ത് പറയണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരു ഭയങ്കരമായൊരു നമ്മൾ ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ക്യാരി ഫോർവേഡ് ആവും. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ആക്ടറുണ്ട്, വളരെ രസമായിട്ട് ഫാമിലിയിൽ പാരൻസിനെ അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്ന. ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഒരു സമയത്ത് നമ്മളൊരു പബ്ലിക് ഫംഗ്ഷനിലുള്ള സമയത്ത് ഞാൻ ഏതോ ഒരു മൊമെൻറ്റിൽ ഞാൻ പറഞ്ഞു, എനിക്ക് അടുത്ത ജന്മത്തിൽ ഇദ്ദേഹത്തിൻ്റെ മകനായിട്ട് ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹവും ഭയങ്കര ഇമോഷണലായി, ഞാനും ഭയങ്കര ഇമോഷണലായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ കുറേ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ വാപ്പയുടെ ഇളയ ബ്രദറുണ്ട്. ഞാൻ വീട്ടിലുള്ള സമയത്ത് മൂപ്പരെന്നെ, ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പുറത്ത് എവിടെ നിൽക്കുന്ന സമയത്ത് എന്നെ വന്നിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ തമാശക്ക് ഒരു അടി അടിച്ചിട്ട് ചോദിച്ചു, നീ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ എടാ അത് കേൾക്കുമ്പോൾ നിൻ്റെ വാപ്പാക്ക് എന്ത് വിഷമം ഉണ്ടാവൂടാന്ന് ചോദിച്ചു. അത് ഞാൻ എന്തെങ്കിലും വാപ്പടുത്ത് അത് തുറന്ന് പറയണം. അത് ആ ഒരു മൊമെന്റിൽ ഞാൻ പറഞ്ഞു പോയൊരു തെറ്റാണത്. അത് അത് ഭയങ്കരമായിട്ട് കാരിഡ് അവേ ആയി പോയതാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും ആദ്യം അത് പറയുമ്പോൾ എനിക്കത് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരിക്കലും ഒരു കൃത്യമായ പ്ലാനിൽ ഒരു നല്ല മകനായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞ് ജനിക്കാൻ പറ്റൂല. നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടി എങ്ങനെ ബോർഡിങ്ങിൽ ജീവിച്ചു?
ഈ താരേ സമീൻ പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? എൻ്റെ കഥയാണത്. എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര മോശമായിരുന്നു, പഠിക്കാൻ വളരെ മോശമായിരുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഒന്നിലും ഞാൻ ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു എൻ്റെ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്കൊരു അനിയനുണ്ടായതുകൊണ്ടാണ് എന്നെ ബോർഡിംഗ് സ്കൂളിലാക്കിയതാണ്. പക്ഷേ എൻ്റെ ലൈഫിൽ എന്നോട് എൻ്റെ പേരൻസ് ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്നെ ബോർഡിംഗ് സ്കൂളിലാക്കിയതാണ്. ഞാൻ സെൽഫ് സഫീഷ്യൻ്റ് ആവാനുള്ള കാരണവും ഇങ്ങനെ എനിക്ക് ആളുകളെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള കാരണവും എന്നെ ഏത് സ്റ്റേജിൽ, ഇപ്പം ഞാൻ സിനിമ ആഗ്രഹിച്ച് ഞാൻ എറണാകുളത്ത് വന്ന് നിന്ന് എൻ്റെ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് മൊത്തം ഓവർകം ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും വിൽ പവറും എനിക്ക് തന്നത് എൻ്റെ ലൈക്ക് എൻ്റെ ഹോസ്റ്റൽ ലൈഫാണ്. അപ്പോൾ ഈ ഞാൻ വാപ്പാനെ പറ്റി ഞാൻ ഒത്തിരി പറഞ്ഞു. ഉമ്മാനെ പറ്റി പറയുമ്പോൾ ഉമ്മ പറയുന്ന കുറേ ചെറിയ ചെറിയ കഥകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഉമ്മക്ക് ഈ പഴഞ്ചൊല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മയുടെ ഏറ്റവും മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത്. അത് അറിയോ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു മാവ് പൂക്കുമ്പോൾ ഒത്തിരി പൂക്കളുണ്ടാവും. അപ്പം നമ്മൾ ഓർക്കും ഈ വർഷം ഫുൾ മാങ്ങ ആയിരിക്കും എന്ന് ഓർക്കും. ഒരു മഴയത്ത് ഇത് മൊത്തം പോവും, എന്നിട്ട് മാങ്ങ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഈ ഭയങ്കര പോയിന്റ് ചെയ്തിട്ടുള്ള കുഞ്ഞി കഥകളുണ്ട്. നമ്മൾ വീട്ടിൽ പറഞ്ഞൊരു കഥയാണ്, ഈ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഇയാളുടെ തലയിലൊരു കുഞ്ഞു കല്ല് വന്ന് വീഴും. അപ്പോൾ ഈ കല്ല് വീഴുമ്പോൾ ഇയാൾ മേളിലേക്ക് നോക്കിയിട്ട് ദൈവത്തിനെ കുറേ ചീത്ത വിളിക്കും. എന്തിനാണ് ഞാൻ ഇതിൽ മര്യാദയ്ക്ക് നടന്നു പോയതല്ലേ, എന്തിനാണ് ഇപ്പം എൻ്റെ തലക്കിട്ട് കല്ല് വെച്ചെറിഞ്ഞത് നീ. അപ്പോൾ ഇയാൾ ചീത്ത വിളിച്ച് നടന്നു പോകുമ്പോൾ അവിടെ വലിയൊരു മലയാണ് അടുത്ത് വന്ന് വീഴുന്നത്. അപ്പോൾ ഈ കല്ല് വീണില്ലായിരുന്നെങ്കിൽ ഇയാൾ അവിടെ തന്നെ നിന്നേനെ. അപ്പോൾ നമുക്ക് അറിയില്ല ഈ കുഞ്ഞു സംഭവങ്ങൾ ലൈഫിൽ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഇതിനൊക്കെ നമുക്കൊരു ലോങ് റണ്ണിലാണ് ഇതിനൊക്കെ ആൻസർ കിട്ടുള്ളൂ.